ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ ദ്വീപിൽ ഇതുപോലെ മഴയായിരുന്നു കേട്ടോ. ഇന്ന് ഇച്ചിരി തോർന്നിട്ടുണ്ട്, ഇന്ന് മഴ പെയ്തില്ല, എന്നാലും മഴയുടെ ഒരു കൂരാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കുകയും കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല ചൂട് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് പൊറോട്ടയും മീൻ പൊരിച്ചതും മീൻ കറിയും. അപ്പോൾ കൂടുതൽ ആൾക്കാരും വൈകുന്നേരം വന്നിട്ട് ഒരു ചായയും ഒരു കാലി പൊറോട്ടയും ഒരു മീൻ പൊരിച്ചതും, ഇതാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമ്മളും ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻ കറിയൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും കൂടുതൽ ആൾക്കാരും കഴിക്കുന്നത് ഈ ഒരു കാലി പൊറോട്ടയും മീൻ പൊരിച്ചതുമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഓരോ പൊറോട്ടയും മീൻ പൊരിച്ചതും പറഞ്ഞിട്ടുണ്ട്. നല്ല ചൂരയില്ല ഒരു ഉള ഫുള്ളല്ലയോ എന്നാ? എനിക്ക് ചൂര മതി, ഞാൻ ഉച്ചയ്ക്ക് ഊള കഴിച്ചു. കറി എന്തുണ്ട്? മീൻ കറിയാ? മറ്റേ പാർട്സ് കറിയാന്ന് തോന്നുന്നു. എനിക്ക് ഇച്ചിരി പഞ്ചസാര മതി, കുറച്ച് മതി പഞ്ചസാര. മഴ വൈബ് ആസ്വദിക്കാൻ വന്നിരിക്കുവോ രണ്ടുപേര്? നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? മഴയുണ്ട്, വേനൽ മഴ. മഴയെന്ന് പറഞ്ഞേ, നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? എന്താണ്ട് നിങ്ങളുടെ സൽമത്തിന് വലിയ ഊള കൊടുത്ത് ചോദിക്കേ. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? മഴ ഉണ്ടോ? എന്താണ്ട്? അതെന്റെ മധുരം കുറച്ചത്. ഇതില്ല എൻ്റെ മധുരം കുറച്ച് ചായ. ഞാൻ നാളെ പൊറോട്ടയും പഞ്ചസാരയും ചൂര പരിച്ചതും ഉണ്ടോ? ഊള ഊള ഇല്ല. സ്ഥലത്തെ പറ, മഴയൊക്കെ ഉണ്ടോ? മേള ഉണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താ കഴിക്കാൻ വന്നിരിക്കുന്നേ? രസം. മേളയിനൊരു വായി പിടിപ്പാൻ മേടിക്കും അപ്പൊ ഊള ചൂര വലിയ ചൂര പിരിച്ചല്ലേ ഊളാട്ടിന് ഊളയും പൊറോട്ടയും. പിന്നെ ജാസ് പിന്നെ ഒരു പഞ്ചസാര കൂട്ടുണ്ട്, വെറൈറ്റി. ഞാൻ പഞ്ചസാര എടുത്തപ്പോഴത്തേക്ക് സൽമത്തിന് പഞ്ചസാര വേണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കൈയിട്ട് വാരിയിട്ടുണ്ട്. ഞങ്ങൾ നാട്ടിൽ പഞ്ചസാരയും പൊറോട്ട ഒക്കെ കഴിക്കാറുണ്ട്, ഇവര് കഴിക്കാറില്ല. കാലി പൊറോട്ടയും പഞ്ചസാരയും കഴിക്കും, ചായയും. അവര് ഊളമീനാണ് മേടിച്ചത് സൽമത്തൊക്കെ. പക്ഷെ രസമുണ്ട് കേട്ടോ. 2-3 ദിവസം ഭയങ്കര മഴയായിരുന്നു, ഇപ്പൊ മഴയൊക്കെ തോർന്നില്ലയോ? ഇന്ന് ചെറിയ കോളുണ്ട്. ചെല്ല് മഴയെന്ന് പറഞ്ഞേ. നമ്മൾ അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറിലാണ് വന്നേക്കുന്നത് ഇല്ലേ? കഴിക്കാൻ വേണ്ടി അടിപൊളി, സൂപ്പർ. പിന്നെ ഞങ്ങൾ ജെട്ടിയിൽ വന്ന് കയറണം. അവിടെ ആരെങ്കിലും മീൻ പിടിക്കുന്നുണ്ടെങ്കിൽ പോയി വായി നോക്കി നിൽക്കണം. ഇതാണ് ഞങ്ങളുടെ മെയിൻ പണി, ഒന്നും ഇല്ലയോ? കുറെ ദിവസം പൊറോട്ടയും മീനും കഴിക്കാൻ പോകണം, പൊറോട്ടയും മീനും കഴിക്കാൻ പോകണം. കുറെ ദിവസം കൊണ്ട് പറയുക പൊറോട്ടയും മീനും കഴിക്കാൻ പറഞ്ഞു. അത് തന്നെ. അപ്പോൾ ഇവിടെ പുറത്ത് കൈലേലിരുന്നിട്ടും ആൾക്കാർ കഴിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. ചെറിയ കുറച്ച് കുഞ്ഞുങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നേക്കുവാ വൈകുന്നേരം. കണ്ടോ, കുറേ കുഞ്ഞു മക്കളുണ്ടായിരുന്നു. അവരെല്ലാവരും നമ്മളെ നോക്കുന്നുണ്ടോ? ഞാനിവിടെ കാണിര്. ഇതെന്താ പറ്റി തലയിൽ? ഇതെന്താ പറ്റിയതാ? ചോ അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം വന്ന് ചായയൊക്കെ കുടിച്ച് കുറേ നേരം ഇവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കണ്ട ആ കൈലയിലൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അവരെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ചായയും മറ്റ് സ്നാക്സുകളും ഉണ്ട്. എങ്കിലും ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പൊറോട്ടയും അതുപോലെ തന്നെ മീൻ പൊരിച്ചതും മീൻ കറിയുമാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു, പൊറോട്ടയൊക്കെ കഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ ജെട്ടിയിലോട്ടൊന്ന് കയറണം. അവിടെ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാനുണ്ടാവും, പിന്നെ കുറേ ഗസ്റ്റുകളുണ്ടാവും. അപ്പോൾ ചുമ്മാ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതായി കുഞ്ഞുങ്ങളെ കണ്ടോ, കഴിഞ്ഞ നമ്മുടെ വീഡിയോയിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവർക്ക് കഴിഞ്ഞ ദിവസം മീനൊന്നും കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇവന്മാർക്ക് കുറേ മീനിനെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? രണ്ടുപേർക്ക് കിട്ടിയോ? അതിന്റെ പേരെന്തുവാടാ? ഇതിന്റെ പേരെന്തുവാ? ഇത് കള്ളി. നീ പിടിച്ചത് കള്ളി. അതെന്തുവാ? അയ്യോ, ഇത് തിന്നുന്നല്ലോ. അല്ല, ചുട്ടു തിന്നുന്നതോ? കാണിച്ചേ. അയ്യോ, അടുത്തത് കിട്ടിയോ? ഇതെല്ലാം ഒരേ സൈസാണല്ലോ. അതെന്താ സാധനം? കൊള്ളാലോ. തിന്നുന്നതാണ് ഇതൊക്കെ. ആണോ? കറക്റ്റ്. ആ കറുത്ത സാധനം ഇത് ഇവനിപ്പൊ പിടിച്ചത്. ചെമ്മോന്റെ ഇനിയുണ്ടോ ചെമ്മ? ആ വലിയ കറുത്ത മീനെ കൊള്ളാം. അതൊന്നും എടുത്ത് കാണിച്ചേ. ആണോ? ആ ഇത് കറക്റ്റ്. കൊള്ളത്തില്ല. ചൂണ്ട. ഇത് ഇതാ വേറൊരാൾ പിടിച്ച മീനാണ് കേട്ടോ. അവർക്കും നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയതുപോലത്തെ ആ റെഡ് കളറിലുള്ള മീനിനെ ദാ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യ, മേത്ത് തിറക്കിന്ന്. ഓ, ഇതെന്തുവാ ഇത്? അപ്പോൾ ദാ ഒരു ബോട്ടുകാർ മീനുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചൂര മീനാണ് കിട്ടിയേക്കുന്നത്, നമ്മുടെ ചെറിയ ചൂര മീൻ. അപ്പം നമ്മൾ ബോട്ടിൽ നിന്നും ആ മീനിനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മീൻ അങ്ങ് വെള്ളത്തിൽ പോയി. അപ്പോൾ ആ ഒരു മീനിനെ എടുക്കാൻ വേണ്ടിയാണ് അയാൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത്. അവരതിനെ മുങ്ങിയെടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ദാ ബോട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീനിനെയൊക്കെ നമ്മുടെ ജെട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചു. കൂട്ടത്തിൽ ദാ 1-2 ലഗൂൺ ഫിഷൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഇവിടെ വെച്ച് വിറ്റതിൻ്റെ ബാക്കി ടൗണിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ പോയിട്ടാണ് ഇനി ബാക്കി സെയിലിംഗ് ഒക്കെ. അപ്പോൾ ദാ നമ്മുടെ സൽമത്ത് ഇവിടെ നിന്ന് കുറച്ച് കേരളക്കാരോട് കത്തിയൊക്കെ അടിക്കുന്നുണ്ട്. അവർ നമ്മുടെ ദ്വീപ് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അതിനിടയ്ക്ക് ഇതാ ഒരാൾ നീന്തി വരുന്നുണ്ടോ. പിന്നെ നമ്മുടെ പതിവ് കാഴ്ചകൾ, ഗസ്റ്റുകൾ, ഫിഷിങ്ങിൻ്റെ ആൾക്കാർ എല്ലാം കൂടെ കൂടിയിട്ടൊരു വൈകുന്നേരം നമ്മുടെ ഈസ്റ്റേൺ ജെട്ടി എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര രസമാണ്. ആളും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ ഗസ്റ്റുകളൊക്കെ വൈകുന്നേരം അവർ സൈറ്റ് സീയിങ്ങിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മീൻ കൊണ്ടുവന്നുണ്ടോ ടൗണിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ബൈക്കിൽ വെച്ച്. ഇത് കണ്ടോ, ഗസ്റ്റുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പതിവ് കാഴ്ചയായിട്ടുള്ള ഫിഷിങ്, നമ്മുടെ സ്ഥിരം ഇവിടെ ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. നിരന്ന് നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവിടെ ദാ ഒരു കൂട്ടർക്ക് കിട്ടിയ മീനിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ദാ ഇവർക്ക് കിട്ടിയ മീനാണ് കേട്ടോ ഇത്. ഇവർ വീണ്ടും അടുത്ത ഇര കൊളുത്തിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ദാ ആൾക്കാരൊക്കെ നിരന്നിരിക്കുന്നുണ്ടോ, നല്ല രസമാണ്. എന്നും വൈകുന്നേരം ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സൽമത്തിന് ഊളമീൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടൗണിൽ വന്ന് ഊളമീനും ഒക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് കുറച്ച് തെക്കോട്ട് വണ്ടി ഓടിച്ചു കുറച്ച് നേരം പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ നേരെ തെക്കോട്ട് പോയപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ അന്യായ കാറ്റായിരുന്നു. വണ്ടി ഓടിച്ചു പോകാൻ തന്നെ നല്ല പാടായിരുന്നു. അപ്പോൾ അവിടെ ഒരു നല്ലൊരു സ്ഥലം കണ്ടുകൊണ്ട് നമ്മളവിടെ വണ്ടി നിർത്തി കേട്ടോ. നോക്കിയപ്പോൾ ദാ ഇവിടെ മീൻ ഉണക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്കുവാണ്. നമ്മുടെ അയ കെട്ടിയിട്ട് അതിനകത്ത് മീനിനെ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ദാ ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ സൺസെറ്റ് ആസ്വദിക്കാനായിട്ട് കുറേ ഗസ്റ്റുകളും ഇവിടെ വന്നിട്ടുണ്ട്. കാറ്റ് കണ്ടോ, ഭയങ്കര കാറ്റായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തെത്തി. ഇവിടെ ദാ ഒരു ബോട്ടിൽ കുറേ ഗസ്റ്റുകളെയും കൊണ്ട്
നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.